ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ റെക്കോർഡ് വരുമാനം. നടവരവിലൂടെ ഇതുവരെ 210 കോടി രൂപ ലഭിച്ചു. അരവണ വിൽപ്പനയിലൂടെ മാത്രം ലഭിച്ചത് 106 കോടി രൂപയാണ്. മുൻവർഷത്തേക്കാൾ വരുമാന വർധനവാണ് ഇത്തവണ. അരവണ കരുതൽ ശേഖരം കുറഞ്ഞതോടെ വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർത്ഥാടന കാലം തുടങ്ങി 33 ദിവസം പിന്നിടുമ്പോൾ റെക്കോർഡ് വരുമാനമാണ് ഇത്തവണ. 210 കോടി രൂപയാണ് ഇത്തവണത്തെ നടവരവ്. ഒപ്പം അരവണ വിൽപ്പനയിലൂടെ 106 കോടി രൂപയും ലഭിച്ചിട്ടുണ്ട്. വലിയ ഭക്തജനത്തിരക്കാണ് ഈ മണ്ഡലകാലത്ത് തുടക്കം മുതൽ അനുഭവപ്പെട്ടത്. അത് നടവരവിലും പ്രതിഫലിച്ചു, അരവണ വിൽപ്പനയിലും പ്രതിഫലിച്ചു. അരവണ വിൽപ്പന പ്രതിദിനം 4 ലക്ഷത്തിന് മുകളിലാണ്. തുടക്കത്തിൽ അത് 1.5 ലക്ഷത്തിന് മുകളിലായിരുന്നു. പിന്നീട് അത് 3 ലക്ഷം വരെ എത്തി. പിന്നീട് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ 4 ലക്ഷത്തിന് മുകളിലേക്ക് അരവണ വിൽപ്പന എത്തി. അരവണ വിൽപ്പനയിൽ ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്ക് 20 ടിൻ അരവണ മാത്രമാണ് നൽകുക. അരവണ ബോക്സുകൾ നൽകുന്നില്ല. കരുതൽ ശേഖരത്തിൽ കുറവ് ഉണ്ടായതാണ് ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത്. ഇനി കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴേ മുൻകരുതൽ എന്ന നിലയിൽ ഇപ്പോൾ ഈ 20 ടിന്നുകൾ മാത്രം ഒരാൾക്ക് നൽകാം എന്നുള്ള നിയന്ത്രണത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നത്. ഇത് ഇനി ഈ തീർത്ഥാടന കാലം മുന്നോട്ട് പോകുമ്പോൾ തുടരും എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ 47 ലക്ഷം കരുതൽ ശേഖരവുമായാണ് അരവണ ഉണ്ടായിരുന്നത് ഈ തീർത്ഥാടന കാലം ആരംഭിച്ചപ്പോൾ. പിന്നീട് അത് 27 ലക്ഷത്തിലേക്ക് കരുതൽ ശേഖരം ചുരുങ്ങി. ഇപ്പോൾ കരുതൽ ശേഖരത്തിൽ കുറവുണ്ട്. 3 ലക്ഷം അരവണ ടിന്നുകൾ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കാനാകുന്നത് പ്രതിദിനം. ഇത് കരുതൽ ശേഖരത്തിൽ കുറവ് വരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നതിന് മുൻകരുതലായിട്ട് അരവണ ടിന്നുകളിൽ വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 106 കോടി രൂപ അരവണയിലൂടെ മാത്രം വിൽപ്പനയിലൂടെ ലഭിച്ചു എന്നുള്ളതാണ് കണക്കുകൾ. വലിയ തീർത്ഥാടന തിരക്ക് ഇത്തവണ അനുഭവപ്പെടുന്നു. ഏകദേശം 28 ലക്ഷത്തിന് അടുത്ത് ഭക്തജനങ്ങളാണ് ഈ ഒരു മാസ കാലയളവിനുള്ളിൽ ദർശനം നടത്തിയത്. ഇത് മുൻ വർഷത്തേക്കാൾ 4.5 ലക്ഷം ഭക്തരുടെ വർധനവ് ഇത്തവണ ഉണ്ട്. പുൽമേട് ഉൾപ്പെടെയുള്ള കാനനപാതകളിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധനവ്. 1 ലക്ഷത്തിന് മുകളിൽ ഭക്തരാണ് കാനനപാതകളിലൂടെ ഇത്തവണ ദർശനം നടത്തിയത്. പരമ്പരാഗത പാതയിലൂടെ, കാനനപാതയിലൂടെ, സത്രം പുൽമേട് പാതയിലൂടെ 4000-ന് മുകളിൽ ഭക്തർ ശരാശരി ദർശനത്തിന് എത്തുന്നു. എരുമേലി അഴുത പാതയിലൂടെ 1500-3000 ഭക്തജനങ്ങൾ വരെ പ്രതിദിനം ദർശനത്തിന് എത്തുന്നു. അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വർധനവാണ്. മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന വിധമാണ് അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ എത്തിയത്. ഇങ്ങനെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. ഭക്തജന പ്രവാഹം ഇടമുറിയാതെ ഈ മണ്ഡലകാലത്ത് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അത് വരുമാനത്തിലും വർധനവ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അരവണ വിൽപ്പനയിൽ ഉൾപ്പെടെ വലിയ വർധനവ് ഉണ്ടായി എന്നുള്ളത്. 4 ലക്ഷത്തിന് മുകളിൽ അരവണ ടിന്നുകൾ പ്രതിദിനം വിൽപ്പന ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ വർധനവാണ്. ഇത്തരത്തിലുള്ള വലിയ വരുമാന വർധനവ് കൂടി സന്നിധാനത്ത് ശബരിമലയിൽ ഈ തീർത്ഥാടന കാലത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഒരു മാസ കാലയളവിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നതിനാകുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അനൂജ് ആനാവൂരിനൊപ്പം മിഥുൻ മുരളി.